വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ടൗൺഷിപ്പിനുള്ള ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങളാണുള്ളത്. ആക്ഷേപമുള്ളവർക്ക് 15 ദിവസങ്ങൾക്കുള്ളിൽ പരാതി നൽകാം. 30 ദിവസത്തിനു ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ടി വി പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. പ്രസാദ്, ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ്. പുനരധിവാസത്തിനുള്ള കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശം? ഇന്ന് റവന്യൂ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം ഒരു പ്രധാനപ്പെട്ട തീരുമാനം അറിയിച്ചത് വിനീത. അതായത് ഇന്ന് വൈകിട്ടാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിച്ചത്. അതായത് ഇപ്പോൾ വിനീത സൂചിപ്പിച്ചതുപോലെ 388 കുടുംബങ്ങളുടെ കരട് പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അതിൽ 15 ദിവസത്തിനകമാണ് പരാതി പറയാനുള്ള ഒരു സമയം. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് ഏത് എസ്റ്റേറ്റ് ആണെന്നും എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ എടുക്കും എന്നുള്ളതാണ് കെ രാജൻ വിശദീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ കേന്ദ്രം വേണ്ട രീതിയിൽ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നീക്കം വലിയ ഒരു സന്തോഷം തന്നെയാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ഉണ്ടായത്. വലിയ അനിശ്ചിതത്വം, ആശങ്ക എല്ലാം ഉണ്ടായിരുന്നു. ഇത് എന്ന് ആകും എന്നത് സംബന്ധിച്ച് അതിനാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നത്. 388 കുടുംബങ്ങളുടെ ആദ്യഘട്ട പട്ടിക, അതായത് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സർക്കാർ എന്നതാണ്. വിനീത, ടി വി പ്രസാദാണ് വിവരങ്ങൾ.